ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള പീസ് കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമുക്ക് ഇടിയപ്പത്തിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ ചോറിന് വരെ വളരെ കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക്. ഞാനിവിടെ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ച പീസാണത്. അപ്പോൾ ഒരു ഗ്ലാസ് പീസ് ഞാൻ എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. പീസിൻ്റെ മുകളിലായിട്ട് നമുക്ക് എപ്പോഴും വെള്ളം നിൽക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് തന്നെ ഒരു 3-4 വിസിലടിപ്പിച്ചെടുത്തേച്ചാൽ മതി. നന്നായിട്ട് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും കേട്ടോ. നമുക്ക് ഞാനിവിടെ 4 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിനാണ് പീസ് കിട്ടേണ്ടത്. വെന്ത് കുഴഞ്ഞു പോവുകയും ചെയ്യരുത്. നമ്മളിത് ഇതുപോലെ അമർത്തി നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെന്തിട്ടും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾക്ക് ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് പീസ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനൊരു മൺചട്ടി അടുപ്പത്തോട്ട് വെച്ചേച്ചും അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വളരെ കനം കുറച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ സവാളയാണ് കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 1.5 സവാള എടുക്കാം കേട്ടോ, മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് വറ്റൽമുളക് ഒരു 2-3 എണ്ണം കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 4 എണ്ണം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഈ സവാളയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ സവാള വഴന്ന് കഴിഞ്ഞിട്ട് നമുക്കതിലോട്ട് ഇപ്പോൾ ഞാനൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം പെരുംജീരകം പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് 1 സ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ അതിന് പകരമായിട്ടാണ് മുളക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചൂടായി കഴിയുമ്പോൾ പൊടികളൊക്കെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും ഒന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ നന്നായിട്ട് മിക്സായി അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് 2ാം പാൽ ചേർത്ത് കൊടുക്കണം. തേങ്ങാപ്പാൽ 2ാം പാലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്ന. ഒരു കപ്പോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു 2ാം പാലിൽ കിടന്ന് പീസ് നന്നായിട്ട് ഒന്നുകൂടി എന്താ പറയുക, അതിൻ്റെ മസാലയൊക്കെ പിടിക്കണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. ആ ഒരു പാകമായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് 1ാം പാൽ ചേർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ 2ാം പാലൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വറ്റിയിട്ട് വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. ആ ഒരു സമയത്ത് ഞാൻ 1ാം പാൽ ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്നാമത് നമ്മൾ ചട്ടിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം വേണം നമ്മൾ 1ാം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ ഒരു നുള്ളി പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പീസ് കറി ഉണ്ടാക്കുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് വളരെ കുറച്ച് പഞ്ചസാര വിതറി കൊടുക്കാറുണ്ട്. അത് നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ കറിക്ക് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികളുടെയൊക്കെ റെസിപ്പികളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.